ഇപ്പോൾ ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളെ കാണുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വന്ന് കാണുന്നത് എൻ്റെ ഒരു മര്യാദയാണ്. അപ്പം അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നത് ശരിയാണ്, പക്ഷേ അതെൻ്റെ മാതാവിനെ കാണാനും അതുപോലെ തന്നെ എൻ്റെ പിതാവിനുള്ള സ്നേഹം കൊണ്ടുവന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ ഒന്ന് ഒഫീഷ്യലി കാണാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും മുന്നോട്ടുള്ള യാത്രയ്ക്ക് നേർന്നു. തീർച്ചയായിട്ടും പാർട്ടിക്ക് ഏത് തീരുമാനവും എടുക്കും. പാർട്ടിയാണ് എല്ലാം. ഇപ്പോഴും നമുക്ക് പാർട്ടി വലുതാണ്, പാർട്ടിയാണല്ല. പാർട്ടിയാണ് വലുത്. പാർട്ടിക്ക് വേണ്ടിയാണ് ഞങ്ങളെല്ലാം നിൽക്കുന്നത്. പാർട്ടി തന്നാലും തന്നില്ലേലും പാർട്ടിയോടെ. ചാണ്ടി ഉമ്മൻ കന്റോൺമെന്റ് ഹൌസിലെത്തി വി ഡി സതീശനെ കണ്ട് മടങ്ങുകയാണ്. അദ്ദേഹം പുതുപ്പള്ളി ഹൌസിലേക്ക് എത്തിയിരുന്നു. പക്ഷെ അത് തന്റെ പിതാവിനോടുള്ള സ്നേഹം കൊണ്ടും അമ്മയെ കാണാനും വേണ്ടിയിട്ടാണ് എന്നുള്ളത് വളരെ സ്നേഹഭരിതമായ നിമിഷമായിരുന്നു അത്. ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോൾ അദ്ദേഹം വീടിനുള്ളിലേക്ക് പോയി ഉമ്മൻചാണ്ടിയുടെ പത്നിയുമായി തിരികെ വന്ന് ആ ബൊക്കെ സ്വീകരിച്ച് മടങ്ങുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തെ വന്ന് കാണുക എന്നുള്ളത് തന്റെ ദൗത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കന്റോൺമെന്റ് ഹൌസിലേക്ക് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ചാണ്ടി ഉമ്മൻ എത്തിയത്. മന്ത്രിസ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ് അത്. അങ്ങനെയാണ് എങ്കിലും അല്ല എങ്കിലും തനിക്ക് പരാതികളില്ല, തന്നാലും ഇല്ല എങ്കിലും സന്തോഷം പാർട്ടിക്കൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. എം ജി പ്രദേശ് വിവരങ്ങളുമായി ചേരുകയാണ്. എം ജി പ്രദേശ്, ചാണ്ടി ഉമ്മന്റെ പേര് മന്ത്രിസഭയിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ സ്ഥിരീകരണമൊന്നും നൽകുന്നില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സന്തോഷം പാർട്ടിക്കൊപ്പം ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ച് മടങ്ങുന്നു. മധു, തീർച്ചയായും ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. അക്കാര്യത്തിൽ ഇനി ഒരു സ്ഥിരീകരണം മാത്രം വന്നാൽ മതി. അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ചർച്ചകളാണ് കന്റോൺമെന്റ് ഹൌസിൽ നടക്കുന്നത്. രാവിലെ തന്നെ ഘടകകക്ഷികളുമായി ആദ്യഘട്ട പ്രാഥമിക ചർച്ച നടത്തിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഘടകകക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തും. ഘടകകക്ഷികളുമായി കൂട്ടായും അവരെ പ്രത്യേകം കണ്ടുമാണ് ചർച്ച നടത്തുന്നത്. അല്പസമയം മുമ്പ് അനൂപ് ജേക്കബ് ഇവിടെ എത്തി കൂടിക്കാഴ്ച നടത്തിപ്പോയിരുന്നു. രണ്ടാം വട്ടമാണ് വി ഡി സതീശനുമായി, നിയുക്ത മുഖ്യമന്ത്രിയുമായി അനൂപ് ജേക്കബ് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. അനൂപ് ജേക്കബ് മന്ത്രിസഭയിൽ ഉണ്ടാകും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഭക്ഷ്യ വകുപ്പായിരുന്നു അനൂപ് ജേക്കബിന് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് നൽകണം എന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം ജോസഫ് വിഭാഗം 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പാർട്ടി കോൺഗ്രസിന്റെ നിലപാട് എന്തായിരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ എല്ലാ ഘടകകക്ഷികൾക്കും വലിപ്പച്ചെറുപ്പം ഇല്ലാതെ മന്ത്രിസ്ഥാനം കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടാണ് നിലവിൽ കോൺഗ്രസിനുള്ളത്. തർക്കങ്ങളും വലിയ അവകാശവാദങ്ങളും സമ്മർദ്ദങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ ഈ മന്ത്രിസഭാ രൂപീകരണം പൂർത്തിയാക്കുക എന്നതാണ് പ്രധാനമായും കോൺഗ്രസിന് മുന്നിലുള്ള വെല്ലുവിളി. രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ തന്നെ വൈകാതെ പരിഹരിക്കും. ഹൈക്കമാൻഡ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ സജീവമായി ചർച്ച നടത്തുന്നു. അതുകൊണ്ട് തന്നെ അത് രമ്യമായി പരിഹരിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം വി ഡി സതീശനുണ്ട്. ഈ കോൺഗ്രസ് പട്ടിക പുറത്തു വന്നാൽ ഉടൻ തന്നെ ഘടകകക്ഷികളും പട്ടിക പ്രഖ്യാപിക്കാൻ, ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള ഒരു കൂടിയാലോചനകൾ നടക്കുകയാണ്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ അവിടെ വന്ന് കന്റോൺമെന്റ് ഹൌസിലെത്തി വി ഡി സതീശനെ കണ്ട് മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.